ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു സീസണിൽ ഇതുവരെ CSK വിജയിച്ചത് 5 കളികളാണ്. അതിൽ 4 മത്സരത്തിലും CSKയുടെ ടോപ്പ് സ്കോറർ സഞ്ജു സാംസൺ ആണ്. 3 കളികളിലും പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് തൂക്കിയതും സഞ്ജു തന്നെ. പണ്ടൊക്കെ ധോണി ഉണ്ടെങ്കിൽ CSK വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സഞ്ജു സാംസൺ അടിച്ചാൽ CSK വിജയിക്കും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇന്നലത്തെ ആ ഒരൊറ്റ മത്സരത്തിൽ സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് സ്വന്തമാക്കിയതിന് പിന്നാലെ മറ്റുള്ള പ്രധാനപ്പെട്ട 3 അവാർഡുകൾ കൂടി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബാറ്റർക്ക് ഒരു കിട്ടാവുന്നത് മാക്സിമം 4 അവാർഡ്സ് ആണ്. അതിൽ 4ഉം തൂക്കിയിരിക്കുന്നു സഞ്ജു സാംസൺ. സഞ്ജുവിന് ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് തന്നെയാണ്. രണ്ടാമത്തേത് സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി മാച്ച്, മൂന്നാമത്തേത് സൂപ്പർ സിക്സസ് ഓഫ് ദി മാച്ച്, നാലാമത്തേത് ഓൺ ദി ഗോ ഫോഴ്സ് ഓഫ് ദി മാച്ച്. അതെ, 4 അവാർഡുകൾ തൂക്കിയിരിക്കുന്നു സഞ്ജു. ഏതായാലും ഇന്നലത്തെ ആ ഒരു മത്സരത്തിലെ ഹീറോ ആയതിനു ശേഷം സഞ്ജു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്താണ് ചേസ് ചെയ്യാനുള്ളത് എന്നുള്ളത് പരിശോധിക്കുമ്പോഴും അതേപോലെ തന്നെ എങ്ങനെയാണ് വിക്കറ്റുകൾ ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴും ഇവൻ ഇഫ് വി വെർ 35 for no loss in the power play we could capitalize in the middle overs. അതെ, അത് തന്നെയാണ് സഞ്ജുവിന്റെ പ്ലാൻ ഉണ്ടായിരുന്നതും. മിഡിൽ ഓവറുകളിൽ കൃത്യമായിട്ട് അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന കാഴ്ച തന്നെയായിരുന്നു നമ്മളും കണ്ടത്. ഏതായാലും സെഞ്ചുറി മിസ്സായതിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് സഞ്ജു രസകരമായിട്ടുള്ളൊരു മറുപടി നൽകുന്നത്. ഐ ഹാഡ് ടു ബി എ ബിറ്റ് ടു സെൽഫിഷ് ടു ഗെറ്റ് 100. അതെ, സെഞ്ചുറികൾ എപ്പോഴും സ്പെഷ്യലാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അത് നേടണമെങ്കിൽ ഞാൻ ഇച്ചിരി സ്വാർത്ഥനാവണമായിരുന്നു, സെൽഫിഷ് ആവേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ വിന്നിങ് ദ ഗെയിം ഗിവ്സ് യു മോർ സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ പാർട്ണർ ഇത്രയും നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് അതിന് കഴിയുക എന്ന് കൂടി സഞ്ജു സാംസൺ ചോദിക്കുന്നുണ്ട്. എന്തൊരു വാക്കുകളാണല്ലേ. തീർച്ചയായിട്ടും സെഞ്ചുറി അടിക്കുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളതും അതിനുള്ളൊരു ഡിസയർ തനിക്ക് ഉണ്ടായിരുന്നു എന്ന് കൂടി സഞ്ജു പറയുമ്പോഴും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതെ, യുവതാരം കാർത്തിക് ശർമ്മ ഇത്ര നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ സെഞ്ചുറി അടിക്കണമെങ്കിൽ താൻ കുറച്ച് സെൽഫിഷ് ആവണമെന്നുള്ളതാണ് സഞ്ജു സാംസന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും എന്തൊരു ടീം മാൻ ആണല്ലേ. അതെ, ടീം വിജയിക്കുന്നതാണ് മോർ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.